ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ് വബഅദ്. നമ്മൾ സുജൂദ് സഹവല്ലേ, ഇന്ന് സുജൂദ് തിലാവയും അതേപോലെ സുജൂദ് ശുക്റും അതുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ്. സുജൂദ് തിലാവ അതേപോലെ സുജൂദ് ശുക്ർ. ഒന്നാമത്തെ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ് അല്ലേ. عن أبي هريرة رضي الله تعالى عنه قال سجدنا مع رسول الله صلى الله عليه وسلم في إذا السماء انشقت واقرأ باسم ربك الذي خلق رواه مسلم. هذا الحديث عند سجود التلاوة. സുജൂദ് തിലാവ എന്ന് പറഞ്ഞാൽ ഓത്തിൻ്റെ സുജൂദ്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിൽ ചില സ്ഥലങ്ങളിൽ സുജൂദ് ഷറാക്കപ്പെട്ടിട്ടുണ്ട്, മതപരമാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് വിശുദ്ധ ഖുർആനിൽ വിവിധ സ്ഥലങ്ങളിലുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് രണ്ട് സ്ഥലമാണ് ഇവിടെ ഈ ഹദീസിൽ പറഞ്ഞത്. ഇദസ്സമാഉ ഇൻശഖത്തും ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്, ഈ രണ്ട് സൂറകളിലും. ഇവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാണ്, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ സജദ്നാ മഅ റസൂലില്ലാഹ്, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സുജൂദ് ചെയ്തു. ഫി ഇദസ്സമാഉ ഇൻശഖത്ത് സൂറയിൽ, സൂറത്തുൽ ഇൻശിഖാഖിൽ. വഖ്റഅ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്, അതേപോലെ ഇഖ്റഅ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് എന്ന സൂറയിലും. റവാഹു മുസ്ലിം. അപ്പോൾ സുജൂദിൻ്റെ തിലാവ, ഓത്തിൻ്റെ സുജൂദുള്ള സൂറത്തുകൾ, അതിന് രണ്ട് സൂറത്താണ്. ഏത്? ഒന്ന് ഇൻഷിഖാഖും മറ്റൊന്ന് സൂറത്തുൽ അലഖും. സൂറത്ത് ഇഖ്റഅ ബിസ്മി സൂറത്തുൽ അലഖ്. അപ്പോൾ അതിൽ സുജൂദ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഈ ഹദീസ് ഇവിടെ കൊണ്ടുവരാൻ കാരണം, സുജൂദ് തിലാവൻ്റെ വിഷയത്തിൽ അതിൻ്റെ എണ്ണം ഇപ്പം എത്ര സുജൂദുകളുണ്ട് വിശുദ്ധ ഖുർആനിൽ? സുജൂദ് ചെയ്യേണ്ട എത്ര സന്ദർഭങ്ങളാണ്? 15 സ്ഥലങ്ങളാണ്. 15 സ്ഥലങ്ങളാണ്. അതിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എണ്ണത്തിൻ്റെ വിഷയത്തിൽ. 15 കൂടുതലില്ല, 15 കൂടുതലല്ല. പക്ഷേ എത്ര എണ്ണം? അപ്പോൾ മാലിക്കികളും അതേപോലെ തന്നെ ഷാഫി പണ്ഡിതന്മാരിൽ പലരും, ഇമാം ഷാഫിയുടെ ഖദീമായ ഖൗലും അതാണ്, 11 സുജൂദാണെന്നാണ്. 11 സുജൂദ്. അപ്പോൾ 11 സുജൂദാകുമ്പോൾ 4 സുജൂദ് കമ്മിയാണ്. ഓത്തിൻ്റെ സുജൂദിൻ്റെ സന്ദർഭങ്ങൾ ആ വീക്ഷണപ്രകാരം അവർ പറഞ്ഞത്, പിന്നെ സൂറത്ത് ഇൻഷിഖാഖ്, അതേപോലെ തന്നെ ഇഖ്റഅ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്, അതേപോലെ സൂറത്തുൻ നജ്ം, ഈ 3 സൂറത്തുകളിലെയും സുജൂദ് ഉണ്ടല്ലോ, ആ സുജൂദുകൾ പിന്നെ സുജൂദിൻ്റെ സ്ഥലങ്ങളല്ല എന്നാണ്. ഓത്തിൻ്റെ സുജൂദിൻ്റെ സ്ഥലങ്ങളല്ല എന്നാണ് അവർ പറഞ്ഞത്. അത് പിന്നെ അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ് 11 സന്ദർഭങ്ങളാണ് സുജൂദിന്, 11 സ്ഥലങ്ങൾ. അതിൽ പിന്നെ 3 സ്ഥലങ്ങൾ ഇത് ഇല്ല. സൂറത്ത് സ്വാദ് അത് ഓത്തിൻ്റെ സുജൂദിൻ്റെ സുജൂദല്ല. പിന്നെയോ സൂറത്ത് സാദ് അത് പിന്നെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹ്ക്ക് തൗബ ചെയ്യാൻ വേണ്ടിയിട്ട് നിർവഹിച്ച സുജൂദാണ്. അതുകൊണ്ട് തന്നെ അത് ഓത്തിൻ്റെ സുജൂദിൻ്റെ സന്ദർഭമല്ല എന്നാണ്. ചിലർ പറഞ്ഞത് ശുക്രിൻ്റെ സുജൂദിൻ്റെ സ്ഥാനമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സാദും നജ്മും ഇൻഷിഖാഖും അലക്കും പോയാൽ പിന്നെ എത്ര സന്ദർഭം? 11 15-ൽ 11. പിന്നെ ഹംബലികൾ അവർക്ക് പിന്നെ സുജൂദിൻ്റെ സ്ഥാനങ്ങൾ 14. അവർ സൂറത്ത് സ്വാദിലെ സുജൂദ് ഉണ്ടല്ലോ, അതായത് പിന്നെ വസ്തഗ്ഫറ റബ്ബഹു വഖറ റാക്കിയൻ വഅനാബ് എന്ന് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ വഖറ റാക്കിയൻ വഅനാബ് എന്നുള്ളതാണ് സുജൂദ്. പിന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബലും അതേപോലെ ഹംബലി മദ്ഹബിലെ ഫുഖഹാക്കളും പറഞ്ഞ് അത് എന്തല്ല, ഓത്തിൻ്റെ സുജൂദല്ല എന്നാണ് അവരുടെ വീക്ഷണം. മാത്രമല്ല, നിസ്കാരത്തിൽ സൂറത്ത് സ്വാദ് ഓതിയിട്ട് ഒരാൾ ഓത്തിൻ്റെ സുജൂദ് ചെയ്താൽ നിസ്കാരം ബാത്തിലാകും എന്നുവരെ അവർ പറഞ്ഞിട്ടുണ്ട്.
ഓത്തിൻ്റെ പിന്നെ സുജൂദ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൂറത്ത് സ്വാദിൽ നിസ്കാരം ബാത്തിലാകും എന്ന് വരെ അവർ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പിന്നെ അതേപോലെ തന്നെ ഹനഫികൾക്ക് 14 സുജൂദാണ്. അതിൽ 14 സുജൂദ് ഉണ്ടെങ്കിൽ അവർ അതിൽ പരിഗണിക്കാത്ത സുജൂദ് ഒരു സുജൂദ് സൂറത്ത് ഹജ്ജിലെ 2ാമത്തെ സുജൂദാണ്. സൂറത്ത് ഹജ്ജിലെ 2ാമത്തെ സുജൂദ്. എല്ലാ സുജൂദും ഹനഫികൾ അംഗീകരിക്കും. പക്ഷേ സൂറത്ത് ഹജ്ജിൽ 2 സുജൂദുണ്ട്. അതിൽ 2ാമത്തെ സുജൂദ് യാ അയ്യുഹല്ലദീന ആമനു ഉർക്കഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും വഫഅലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ എന്ന ആയത്തിൽ വന്ന സുജൂദ് അത് ഹനഫികൾ സുജൂദിൻ്റെ സ്ഥാനമായിട്ട് പരിഗണിക്കുന്നില്ല. ഏതായാലും പിന്നെ അത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസമുള്ളൊരു മസലയാണ്. പക്ഷേ പിന്നെ സഹിഹായി സ്ഥിരപ്പെട്ട 15 സന്ദർഭങ്ങൾ ഇവിടെ ഉണ്ട്. വിശുദ്ധ ഖുർആനിലുണ്ട് ഓത്തിൻ്റെ സുജൂദുള്ളത്. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഈ 1ാമത്തെ ഹദീസ് കൊണ്ടുവരാൻ കാരണം എന്താ? ഹദീസ് കൊണ്ടുവരാൻ കാരണം സൂറത്തുൽ ഇൻഷിഖാഖും അതേപോലെ തന്നെ ഇഖ്റാ ബിസ്മി സൂറയും അതിലുള്ള സുജൂദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്. സജദ്ന മാ റസൂലുള്ളാഹിനോടൊപ്പം ഞങ്ങൾ സുജൂദ് ചെയ്തു എന്നാണ്. ഖലാസ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി എന്തുകൊണ്ടാണ് ഈ മുഫസ്സൽ എന്ന് പറഞ്ഞ സൂറത്ത് നജ്മിലെയും സൂറത്ത് ഇൻഷിഖാഖിലെയും അലക്കിലെയും സുജൂദ് ഇല്ല എന്ന് പറഞ്ഞത്? ഇമാം ഷാഫി പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ സുജൂദ് ചെയ്ത് മക്ക കാലഘട്ടത്തിലാണ്. മദീനയിൽ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? സുജൂദ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് നസ്ഖ് ചെയ്യപ്പെട്ടതാണ് എന്ന വീക്ഷണമാണ് പിന്നെ സുജൂദ് ഇതിലില്ല എന്ന് പറയുന്നവരുടെ പക്ഷം. ഷാഫി റഹ്മത്തുള്ളാഹിയുടെ ഖദീമായ ഖൗലൊക്കെ അതാണ്. പക്ഷേ ഈ ഹദീസ് അതിനെതിരാണ്. എങ്ങനെ എതിരാണ് ഈ ഹദീസ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ് സജദ്നാ മാ റസൂലില്ലാഹ്, ഞങ്ങൾ റസൂലുള്ളാഹിയോടൊപ്പം സുജൂദ് ചെയ്തു. അബൂ ഹുറൈറ എവിടെ വെച്ചാൽ ഇസ്ലാം സ്വീകരിച്ച്? മദീനയിൽ വെച്ചാണ്. അത് ഹിജ്റയുടെ 7ാം വർഷമൊക്കെ പിൽക്കാലത്ത്. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത് ഞങ്ങൾ റസൂലുള്ളാഹിയോടൊപ്പം ഇതിൽ സുജൂദ് ചെയ്തിരുന്നു. അപ്പോൾ ഇൻഷിഖാഖിൽ എന്തുണ്ട്? സുജൂദുണ്ട്. അതേപോലെ അലക്കിലും സുജൂദുണ്ട്. അത് അറിയിക്കാനാണ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഈ 1ാമത്തെ ഹദീസ് ഇവിടെ കൊണ്ടുവന്നത്. മനസ്സിലായേ? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖദീമായ ഖൗലിനെതിരായിട്ടും കണ്ട ഇമാം ഇബ്നു ഹജർ എന്ത് ചെയ്തു? ഹദീസ് ഇവിടെ കൊണ്ടുവന്നിട്ട് ആ വിഷയം സ്ഥിരീകരിക്കണം. അപ്പോൾ അതാണ് ഓത്തിൻ്റെ സുജൂദുമായി ബന്ധപ്പെട്ട 1ാമത്തെ ഹദീസ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ് സജദ്നാ മാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയോടൊപ്പം ഞങ്ങൾ സുജൂദ് ചെയ്തു. ഫി ഇദസ്സമാ ഇൻഷഖ സൂറയിലും വഖറ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന സൂറയിലും. റവാഹു മുസ്ലിം. ഇമാം മുസ്ലിമാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. ചില മസലകൾ ഇൻഷാ അല്ലാഹ് ഈ ഹദീസുകൾ ഇനിയും വരും. 2ാമത്തെ ഹദീസ് പിന്നെ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. ഇബ്നു അബ്ബാസിൽ നിന്നല്ലേ 2ാമത്തെ ഹദീസ്? അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഖാല അദ്ദേഹം പറഞ്ഞു സ്വാദ് ലൈസത് മിൻ അസാഇബി സുജൂദ് വഖദ് റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്ജുദു ഫീഹാ റവാഹുൽ ബുഖാരി. അല്ലേ? എന്താ ഇബ്നു അബ്ബാസ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ് സ്വാദ്. എന്താ സ്വാദ്? സൂറത്ത് സ്വാദ് ലൈസത് മിൻ അസാഇബി സുജൂദ്. സുജൂദ് പിന്നെ ഉറപ്പിക്കപ്പെട്ട സുനിശ്ചിതമായ സൂറത്തല്ല. പറഞ്ഞ മനസ്സിലായ? സ്വാദ് ലൈസത്ത് അതല്ല സൂറത്ത് അല്ല. മിൻ അസാഇബി സുജൂദ് അസായിം എന്ന് പറഞ്ഞാൽ സുനിശ്ചിതമാക്കപ്പെട്ടത്. അസീമത്ത് അസായിം എന്ന് പറഞ്ഞാൽ പിന്നെ ഉറപ്പിക്കപ്പെട്ടത്, സുനിശ്ചിതമാക്കപ്പെട്ടത്. വഖദ് റഅയ്തു റസൂലല്ലാഹ്. എന്നിട്ട് ഇബ്നു അബ്ബാസ് പറയാണ് വഖദ് റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കണ്ടു യസ്ജുദു ഫീഹ, അതിൽ സുജൂദ് ചെയ്യുന്നതായിട്ട്. ഏതിൽ സുജൂദ് ചെയ്യുന്നതായിട്ട്? സൂറത്ത് സ്വാദിൽ സുജൂദ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. റവാഹുൽ ബുഖാരിയാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെന്താ? സൂറത്ത് സ്വാദ് അസായിമു സുജൂദിൽ പെട്ടതല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരാൾ സുജൂദ് ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമല്ല എന്നർത്ഥം. സുനിശ്ചിതമായി സുജൂദ് ചെയ്യണമെന്ന് തീരുമാനിക്കപ്പെട്ടതല്ല എന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ സുജൂദ് ചെയ്തിട്ടുണ്ട്. സ്വാദിലെ സുജൂദിൻ്റെ പ്രത്യേകത, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്യാണ്? ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്നൊരു പിന്നെ പിഴവ്. അപ്പോൾ അതിൽ അദ്ദേഹം തൻ്റെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തി, പാപമോചനം നടത്തി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഫഖറ റാക്കിയൻ വ അനാബ്. അദ്ദേഹം സുജൂദ് ഖറ റാക്കിയ എന്നാണ്, ഖറ സാജിദൻ സുജൂദ് ചെയ്ത് വീഴുകയും വ അനാബ് അലൈഹി സ്വലാം
തൗബ ചെയ്യുകയും ചെയ്തു എന്നാണ്, തൗബ ചെയ്യുകയും ചെയ്തു എന്നാണ്. അപ്പോൾ അത് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ സുജൂദ് ചെയ്തു. എന്തിനാ സുജൂദ് ചെയ്തത്? അദ്ദേഹം തൗബ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സുജൂദ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, സജദഹ ദാവൂദ് തൗബത്തൻ, തൗബയുടെ ഭാഗമായിട്ടാണ് ആര് ചെയ്തത്? ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം സുജൂദ് ചെയ്തത്. നഹ്നു നസ്ജുദു ശുക്രൻ, നമ്മൾ ശുക്ർ അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നു, ആ സുജൂദ് ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്തത്. ഏതായാലും സൂറത്ത് സ്വാദിൽ ആര് സുജൂദ് ചെയ്തിട്ടുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്തിട്ടുണ്ട്. ഈ അസായിമി സുജൂദിൽ പെട്ടതല്ല എന്ന് പറഞ്ഞ കാരണത്താലാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്ന് പറഞ്ഞത് ഈ സൂറത്ത് സ്വാദിലെ സുജൂദ് എന്തല്ല, തിലാവത്തിൻ്റെ സുജൂദല്ല എന്ന് പറഞ്ഞത്. ഹംബലി മദ്ഹബിലെ ഫുഖാക്കളിൽ പലരും പറഞ്ഞു, ഒരാൾ സൂറത്ത് സ്വാദ് ഓതിയിട്ട് സൂറത്ത് സ്വാദ് ഓതിയിട്ട് സുജൂദ് ചെയ്താൽ നിസ്കാരം ബാത്തിലാകും, നിസ്കാരം ബാത്തിലാകും. അതല്ലാതെ ആ വീക്ഷണം ശരിയല്ല, വീക്ഷണം ശരിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ട് സൂറത്ത് സ്വാദിൽ സുജൂദ് ചെയ്തിട്ട്. അതാണ് രണ്ടാമത്തെ ഹദീസ്. സ്വാദ് ലൈസത് മിൻ അസായിമി സുജൂദ് വഖദ് റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്ജുദു ഫീഹാ. ഇനി മൂന്നാമത്തെ ഹദീസ്, അത് ഇബ്നു അബ്ബാസിൽ നിന്നുള്ള ഹദീസാണ് അല്ലേ? وعن ابن عباس رضي الله تعالى عنه قال, ابن عباس رضي الله عنه നിവേദനം എന്താ? അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സജദ ബിൻ നജ്ം, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സജദ സുജൂദ് ചെയ്തു ബിൻ നജ്ം. എന്താ ബിൻ നജ്ം? വന്നജ്ം സൂറ ഓതിയപ്പോൾ, വന്നജ്ം സൂറയിൽ, വന്നജ്ം സൂറത്തിൽ, വന്നജ്ം സൂറയിൽ എന്തുണ്ട്? ഒത്തിരി സുജൂദ് ഉണ്ട്. ഫസ്ജുദു ലില്ലാഹി വഅബ്ദു, നിങ്ങൾ അല്ലാഹുവിന് സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അവിടെ അതിൽ സുജൂദ് ഉണ്ട്. റവാഹുൽ ബുഖാരി അല്ലേ? റവാഹുൽ ബുഖാരി, ബുഖാരിയാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇമാം ബുഖാരിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹദീസ് നോക്കി നിങ്ങൾ, ഈ ഹദീസ് അറിയിക്കുന്നത് എന്താ? ഈ ഹദീസ് അറിയിക്കുന്നത് പിന്നെ വന്നജ്മ് സൂറയിൽ എന്തുണ്ട്? ഓത്തിൻ്റെ സുജൂദുണ്ട്. മാലിക്കികളും അതേപോലെ തന്നെ ഷാഫികളും മുഫസ്സലിൽ ഒരു സുജൂദും ഇല്ല എന്ന് പറയുന്നവരാണ്. പക്ഷേ ഇമാം ഷാഫിയുടെ ജദീദായ ഖൗലതിനെതിരാണ്. അദ്ദേഹം 14 സ്ഥലങ്ങളിൽ സുജൂദുണ്ട് എന്നുള്ള വീക്ഷണക്കാരനാണ്. അപ്പോൾ പിന്നെ സൂറത്തുൽ നജ്മിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇബ്നു അബ്ബാസിൻ്റെ ഈ ഹദീസ് അറിയിക്കുന്നത്. ഇനി അടുത്ത ഹദീസ് വാൻ സെയ്ദ് ബിൻ സാബിത്ത് അല്ലേ? സെയ്ദ് ബിൻ സാബിത്തിൽ നിവേദനം. ഖാല, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നത്, നമ്മൾ റാവിമാരെ പേര് എഴുതിയിട്ടില്ല ഇവിടെ, അതിനാണ് കുത്തിയിട്ടാണ്. ഞങ്ങൾ പുസ്തകത്തിൽ നോക്കുക. വാൻ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു നിവേദനം. ഇവരൊക്കെ ഇബ്നു അബ്ബാസ്, അബൂ ഹുറൈറ നമുക്ക് വന്ന റാവികളാണ്. അതേപോലെ സെയ്ദ് ബിൻ സാബിത്ത് വന്നാണല്ലേ? സെയ്ദ് ബിൻ സാബിത്ത് അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു. സെയ്ദ് ബിൻ സാബിത്ത് റസൂലുള്ളാഹിൻ്റെ സഹാബിയാണ്. അദ്ദേഹം 11ാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ച മഹാനാണ് സെയ്ദ് ബിൻ സാബിത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ബൈബിളിൻ്റെ ഭാഷ പഠിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ വളരെ തുച്ഛം ദിവസങ്ങളിൽ അദ്ദേഹം ബൈബിളിൻ്റെ ഭാഷ, ഹിബ്രു ഭാഷ പഠിച്ച് അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അദ്ദേഹം തർജുമ ചെയ്യാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. സെയ്ദ് ബിൻ സാബിത്ത് അദ്ദേഹം പറയാണ്, സെയ്ദ് ബിൻ സാബിത്ത് പറയാണ്, ഖറഅതു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഞാൻ ഓതി. എന്തോതി? അന്നജ്ം, വന്നജ്ം സൂറത്ത് ഓതി. ഫലം യസ്ജുദ് ഫീഹ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ സുജൂദ് ചെയ്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഞാൻ വന്നജ്ം സൂറത്ത് ഓതി കൊടുത്തു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫലം യസ്ജുദ് ഫീഹ, അതിൽ സുജൂദ് ചെയ്തില്ല. അപ്പോൾ അതിന് മനസ്സിലാക്കാം, പിന്നെ ഈ ഹദീസ് മുത്തഫഖുൻ അലൈഹിയാണ് അല്ലേ? മുത്തഫഖുൻ അലൈഹി. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. സെയ്ദ് ബിൻ സാബിത്തിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കാം തിലാവത്തിൻ്റെ സുജൂദിൻ്റെ ഹുക്ം, മതവിധി. എന്താ മതവിധി? അതായത് പിന്നെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്ക് അതിൽ വീക്ഷണ വ്യത്യാസമുണ്ട്. ഹനഫികൾ പറഞ്ഞു തിലാവത്തിൻ്റെ സുജൂദ് വാജിബാണ്, ഇബ്നു തൈമിയൊക്കെ ആ പക്ഷക്കാരനാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയൊക്കെ ഹനഫികളുടെ വീക്ഷണക്കാരനാണ്. പക്ഷേ ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞത്, ഷാഫി മദ്ഹബിലെയും ഹംബലി മദ്ഹബിലെയും മാലിക്കി മദ്ഹബിലെയും പണ്ഡിതന്മാർ പറഞ്ഞത് തിലാവത്തിൻ്റെ സുജൂദ് നിർബന്ധമല്ല, സുന്നത്താണ്. തിലാവത്തിൻ്റെ സുജൂദ് സുന്നത്താണ്. അതിൻ്റെ തെളിവാണിത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നജ്മ് സൂറത്ത് ഓതി കൊടുത്തപ്പോൾ റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്? അതിൽ സുജൂദ് ചെയ്തില്ല എന്നാരാ പറയണത്? സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയണം. മനസ്സിലല്ലേ? അപ്പോൾ സുജൂദ് ചെയ്യൽ നിർബന്ധമാണെന്ന് പറഞ്ഞ ആളുകളും അതേപോലെ സുജൂദ് ചെയ്യൽ സുന്നത്താണെന്ന് പറഞ്ഞവരും ആരാണ് സുജൂദ് ചെയ്യേണ്ടത്? ഓതുന്ന ആളുണ്ട്, ഓത്ത് കേൾക്കുന്ന ആളുണ്ട്, അല്ലേ? ആരാ ചെയ്യേണ്ടത്? എങ്ങനെ? ഓതുന്ന ആൾ സുജൂദ് ചെയ്യണം, കേൾക്കുന്ന ആൾ സുജൂദ് ചെയ്യണം. കേൾക്കുന്ന ആൾ പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിവിടെ നിന്ന് പിന്നെ ഓതുകയാണ്, നിസ്കരിച്ചാണ്. അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ ഒരാൾ നമ്മൾ ഓത്ത് കെട്ടണയാൽ സുജൂദ് ചെയ്യണം. അതാണ്. ഖാരി ഉണ്ട്, മുസ്തമി ഉണ്ട്, സാമിയ ഉണ്ട്. ഖാരി എന്ന് പറഞ്ഞാൽ ഓതുന്നവൻ, മുസ്തമി എന്ന് പറഞ്ഞാൽ ഓത്ത് കേൾക്കാൻ ഇരിക്കുന്നവൻ, കൂലി മോഹിച്ച് ഓതുന്നവനെ കേൾക്കണം എന്ന നിയത്തിൽ ശ്രദ്ധിച്ചിരിക്കുന്നവൻ. അതായത് ഓത്ത് കേൾക്കാൻ ഉണ്ടല്ലോ, ഓതുന്നവന് കൂലിയുണ്ട്, അത് കേൾക്കാനിരിക്കണവനും കൂലിയുണ്ട്. ആ കൂലി മോഹിച്ചിട്ട് കേൾക്കണവനുണ്ട്. മനസ്സിലല്ലേ? അപ്പോൾ അത്തരം ആളാണ് മുസ്തമിയ. സാമിയ എന്ന് പറഞ്ഞാൽ എന്താ? സാമിയ എന്ന് പറഞ്ഞാൽ കേവലം കേട്ടുപോണവൻ. അവന് ഇത് കേൾക്കാൻ വേണ്ടി വന്നവനല്ല, കേൾക്കാൻ വേണ്ടി ഇരുന്നവനുമല്ല, പിന്നെയോ പോയപ്പോൾ കേട്ട ആളുണ്ട്. അതാണ് സാമിയ. സാമിയന് സുജൂദില്ല, സാമിയന് സുജൂദില്ല. പക്ഷേ ഖാരിയും അതേപോലെ തന്നെ മുസ്തമിയും കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നവൻ എന്ത് ചെയ്യണം? സുജൂദ് ചെയ്യണം. അത് നിർബന്ധമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, പിന്നെ അല്ല സുന്നത്താണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. സുന്നത്താണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ പക്ഷാണിത് ഈ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ എന്ത് ചെയ്തു? അന്നജ്മ് സൂറത്ത് ഓതി ഫലം യസ്തദ് ഫിഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ സുജൂദ് ചെയ്തിട്ടില്ല. സൂറത്തുൻ നജ്മിൻ്റെ പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൻ നജ്മ് പാരായണം ചെയ്തപ്പോൾ റസൂലുള്ളാഹി സുജൂദ് ചെയ്തു, മുസ്ലിമീങ്ങൾ സുജൂദ് ചെയ്തു, മുശ്രിക്കീങ്ങളും സുജൂദ് ചെയ്തിട്ടുണ്ട്. മുസ്ലിമീങ്ങളും മുശ്രിക്കീങ്ങളും ഒന്നടങ്കം സുജൂദ് ചെയ്തിട്ടുണ്ട് ഇവിടെ സൂറത്ത് വന്നജ്മ് ഓതിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക കാലഘട്ടത്തിൽ. മനസ്സിലായി? സഹിഹായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർക്കാൻ വേണ്ടിയിട്ട് മക്കക്കാരൊന്നായിട്ട് വന്നു മുശ്രിക്കീങ്ങൾ. അപ്പോൾ അവരുടെ മുമ്പിൽ റസൂലുള്ളാഹി ഖുർആൻ ഓതി. വന്നജ്മി സൂറത്താണ് ഓതിയത്. വന്നജ്മി സൂറത്താണ് ഓതിയത്. ആ വന്നജ്മി സൂറത്ത് ഇങ്ങനെ ഓതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ അവസാനത്തേക്ക് എത്തിയപ്പോൾ എന്താണ് പിന്നെ അവസാനത്തിൽ പിന്നെ അതിന് മുമ്പ് പിന്നെ വന്നഹു അഹ്ലക ആദനിൽ ഊല വസമൂദ ഫമാ അബ്ഖ വഖൗമ നൂഹിൻ മിൻ ഖബ്ലു ഇന്നഹും കാനു പിന്നെ കാനു അദ്ലമ വഅബ്ഖ വൽ മുഅ്തഫികത പിന്നെ അഹ്വ തുടങ്ങിയിട്ട് ആ ആയത്തുണ്ടല്ലോ, കള്ളാൻ്റെ ശിക്ഷ പറയുന്ന ആയത്തുകളാണ്. ഇത് കേട്ടിട്ട് ഇവരാകെ പേടിച്ച് ഇതായി. മനസ്സിലായി? സുജൂദ് ചെയ്തപ്പോൾ അവരെന്ത് ചെയ്ത്? അറിയാതെ സുജൂദ് ചെയ്ത്. ഒരാളെ വെച്ച് ഉമയ്യ ഇബ്നു ഖലഫ്, ഉമയ്യ ഇബ്നു ഖലഫ് വെച്ച് ബാക്കിയുള്ളവരൊക്കെ സുജൂദ് ചെയ്തു. ഉമയ്യ ഇബ്നു ഖലഫ് എന്ത് ചെയ്ത്? മൂപ്പര് സുജൂദ് ചെയ്തെങ്ങനെ? ഒരു പിടി മണ്ണ് വാരിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ സുജൂദ് ചെയ്തു. മോൾക്ക് മണ്ണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അവിടെ സുജൂദ് ചെയ്തു. മനസ്സിലല്ലോ? ഉമയ്യ. ബാക്കിയുള്ളവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സുജൂദ് ചെയ്ത് അത് വലിയ വാർത്തയായിട്ട് പരന്ന് ഹബശീനയിലേക്ക് ഹിജറ പോയവർ വരെ തിരിച്ചു വന്ന്. കാരണം ഇവിടെയൊക്കെ എല്ലാവരും മക്കത്തെല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു എന്ന വാർത്ത വരുന്നു ഇവരുടെ ഈ സുജൂദോട് കൂടി. അലാ കുല്ലിൻ പിന്നെ അതാണ് വന്നജ്മി സൂറയുടെ പ്രത്യേകത. അപ്പോൾ പിന്നെ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാനുള്ള എന്താണ്? തിലാവത്തിൻ്റെ സുജൂദ് നിർബന്ധമല്ല. സൂറത്ത് നജ്മിൽ എന്തുണ്ട്? സുജൂദിൻ്റെ തിലാവത്തിൻ്റെ സുജൂദുണ്ട്, തിലാവത്തിൻ്റെ സുജൂദുണ്ട്. അങ്ങനെ അത് ഈ മുഫസ്സലിൽ ഈ സുജൂദുകളില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട് കുറേ. മനസ്സിലായി? അവർക്കെതിരാണ് ഈ ഹദീസ്. തയ്യബ്. അപ്പോൾ അതാണ് പിന്നെ രണ്ടാമത്തെ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇനി മൂന്നാമത്തെ ഹദീസ്. ഇത് ഖാലിദ് ബിൻ മഅദാൻ അല്ലേ? ഖാലിദ് ബിൻ മഅദാൻ എന്ന ഹദീസ് അല്ലേ? തയ്യബ്. വഅൻ ഖാലിദ് ബിൻ മഅദാൻ റളിയല്ലാഹു തആല അൻഹു. വഅൻ ഖാലിദ് ഇബ്നു മഅദാൻ റളിയല്ലാഹു തആല അൻഹു ഖാൽ ഫുദ്ദിലത് സൂറത്തുൽ ഹജ്ജ് ബിസജ്ദതൈൻ. ഫുദ്ദിലത് സൂറത്തുൽ ഹജ്ജ് ബിസജ്ദതൈൻ. റവാഹു അബൂ ദാവൂദ് ഫിൽ മറാസിൽ അല്ലേ? റവാഹു അബൂ ദാവൂദ് ഫിൽ മറാസിൽ. വറവാഹു അഹ്മദു വത്തുർമുദി മൗസൂലൻ മിൻ ഹദീസി ഉഖ്ബത്ത് ബിൻ ആമിർ ബിൻ ആമിർ വസാദ ഫമൻ ലം യസ്ജുദുഹുമാ ഫലാ യഖ്റഉഹുമാ വസനദുഹു ദഈഫ്. തയ്യബ്. വഅൻ ഖാലിദ് ഇബ്നു മഅദാൻ. ഖാലിദ് ഇബ്നു മഅദാനിൽ നിന്ന് നിവേദനം. ഖാലിദ് ഇബ്നു മഅദാൻ റളിയല്ലാഹു അൻഹു നിവേദനം.
അത് നമുക്ക് ആദ്യമായിട്ട് വരുന്ന റാവിയാണ് ഖാലിദ് ബിനുൽ മഅദാൻ. ഖാലിദ് ബിനുൽ മഅദാൻ സഹാബിയല്ല. ഖാലിദ് ബിനുൽ മഅദാൻ അദ്ദേഹം താബിഈയാണ്, താബിഈ പണ്ഡിതനാണ്. ഖാലിദ് ബിൻ മഅദാൻ അൽ കലാഇ അശ്ശാമി അൽ ബസരി. ഖാലിദ് ബിൻ മഅദാൻ അദ്ദേഹം താബിഈങ്ങളിൽപ്പെട്ട ആളാണ്. ഹിജ്റയുടെ 103 മരിക്കുന്നത്, ഹിജ്റയുടെ 103. പക്ഷേ അദ്ദേഹം ഖാലിദ് ബിൻ മഅദാൻ താബിഈയാണെങ്കിലും 70ഓളം സഹാബികളെ കണ്ട മഹാനാണ്. ഓർക്കാറുണ്ടോ? പിന്നെ ഓത്തിൻ്റെ സുജൂദ് മറന്നു. ഖാലിദ് ബിനുൽ മഅദാൻ, ഖാലിദ് ബിനുൽ മഅദാൻ അദ്ദേഹം 70 സഹാബികളെ കണ്ട മഹാനാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ദറജ കൂടിയ താബിഈയാണ് നടത്തും, ദറജ കൂടിയ താബിയാണ്. ഖാലിദ് ബിനുൽ മഅദാൻ പറയാണ്, ഫുദ്ദിലത്ത് സൂറത്തുൽ ഹജ്ജ്, സൂറത്തുൽ ഹജ്ജ് എന്താണ് ശ്രേഷ്ഠമാക്കപ്പെട്ടു, വ്യതിരക്തമാക്കപ്പെട്ടു. ബിസജിദത്തൈനി 2 സുജൂദുകൾ കൊണ്ട്, 2 സുജൂദുകൾ കൊണ്ട്. ഒരു സൂറത്തിലും 2 സുജൂദുകളില്ല ഓത്തിൻ്റെ. എവിടെ അല്ലാതെ? സൂറത്ത് ഹജ്ജിലല്ലാതെ, സൂറത്ത് ഹജ്ജിലല്ലാതെ. റവാഹു അബൂദാവൂദ്, ഈ ഹദീസിനെ ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തു ഫിൽ മറാസീൽ, മറാസീലിൽ. അദ്ദേഹത്തിൻ്റെ കിതാബുൽ മറാസീലിലാണ് അദ്ദേഹം ഇത് റിവായത്ത് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഹദീസ് ഉണ്ടല്ലോ, റവാഹു അബൂദാവൂദ് ഫിൽ മറാസീൽ, അബൂദാവൂദിന് മറാസീൽ അദ്ദേഹത്തിൻ്റെ കിതാബുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് സുനനും ഉണ്ട്, സുനൻ അബീദാവൂദ്. സുനൻ അബൂദാവൂദിനും ഈ ഹദീസ് ഉണ്ട്, സുനൻ അബൂദാവൂദിലും ഈ ഹദീസ് ഉണ്ട്. അത് പിന്നെ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അതുകൊണ്ട് എന്ത് ഉദ്ദേശിച്ചു എന്നുള്ളത് പിന്നെ വ്യക്തമല്ല. പക്ഷേ ഒരാൾ ഒരു ഹദീസ് ഉദ്ധരിക്കുമ്പോൾ സുനനിലും ആ ഹദീസ് ഉണ്ട്, സുനനല്ലാത്ത കിതാബുകളിലും ഉണ്ട് എങ്കിൽ സുനനിൽ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് പറയേണ്ടത്, അങ്ങനെയാണ് പറയേണ്ടത്. അപ്പോൾ റവാഹു അബൂദാവൂദ് ഫിൽ മറാസീൽ, മറാസീലിൽ അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തു. മുർസലായ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഗ്രന്ഥമാണ് എന്ത്? മറാസീൽ. മുർസലായ ഹദീസ് എന്ന് പറഞ്ഞാൽ താബിഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുക, താബിഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുക. ഇതാണ്ടോ ഖാലിദ് ബിൻ മഅദാൻ ആരാണ്? താബിഈയാണ്, താബിഈയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്തരം റിവായത്തുകൾ കൊണ്ടുവരുന്ന ഗ്രന്ഥമാണ് എന്ത്? മറാസീൽ. മുർസലുകൾ കൊണ്ടുവരുന്ന ഗ്രന്ഥമാണ് മറാസീൽ. അപ്പോൾ മറാസീലിൽ ഈ ഹദീസ് വരിക, സുനനിലും വരുമ്പോൾ എന്താ പറയേണ്ടത്? സുനനിൽ വന്നിട്ടുണ്ട് എന്നാണ് പറയേണ്ടത് അല്ലേ? റവാഹു അബൂദാവൂദ് ഫി സുനൻ അല്ലെങ്കിൽ റവാഹു അബൂദാവൂദ്. അപ്പോൾ സുനനിലാണെന്ന് വ്യക്തമായി. അത് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ആയതുകൊണ്ട് അതിലൊരു ഹിക്മത്ത് ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ പിൽക്കാലക്കാരൊക്കെയാണ് ഗ്രന്ഥരചന നടത്തുന്നതെങ്കിൽ ആ ഒരു പ്രയോഗം അത് തെറ്റാണ്, ഇങ്ങനെ രീതിയിലൊരു പ്രയോഗം തെറ്റാണ്. തയ്യിബ്. ഖാലിദ് ബിൻ മഅദാൻ അൽ കലാഇ പറയാണ്, ഫുദ്ദിലത്ത് സൂറത്തുൽ ഹജ്ജ് ബിസജദതൈനി, സൂറത്തുൽ ഹജ്ജ് 2 സുജൂദുകൾ കൊണ്ട് ശ്രേഷ്ഠമാക്കപ്പെട്ടു, വ്യതിരക്തമാക്കപ്പെട്ടു. അത് പറയാൻ കാരണം എന്താണെന്നറിയോ? ഹനഫികൾക്ക് സൂറത്ത് ഹജ്ജിലെ 2ാമത്തെ സുജൂദില്ലേ, അതില്ല. ഹനഫികൾ ആ സുജൂദ് അംഗീകരിക്കില്ല, അവിടെ സുജൂദ് അംഗീകരിക്കില്ല. അപ്പോൾ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഈ റിവായത്ത് കൊണ്ടുവന്നത് അത് ആ ഒരു വിഷയം കൂടി സ്ഥിരീകരിക്കാനാണ്. ഹനഫികൾക്ക് 14 സുജൂദാണ്. ആ 14 സുജൂദിൽ 15 ഇല്ല, 14 ഉള്ളൂ. ഒന്ന് പറയാൻ കാരണം സൂറത്ത് ഹജ്ജിലെ 2ാമത്തെ സുജൂദാണ് ഞാൻ പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനൂ ഉർക്കഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ, അവിടെ സുജൂദുണ്ട്. തയ്യിബ്. മുർസലായ ഹദീസ് ദഈഫായിരിക്കും, ദുർബലായിരിക്കും. മുർസലായ ഹദീസ് ദഈഫായിരിക്കും. പക്ഷെ ചില പണ്ഡിതന്മാർ എല്ലാ മുർസലുകളെയും ദഈഫാക്കിയിട്ട് ഒഴിവാക്കില്ല. ചില മുർസലുകൾ അവർ പരിഗണിക്കും. അതിന് ചില നിബന്ധനകളൊക്കെ അവർക്കുണ്ട്. പിന്നെ ഈ റിപ്പോർട്ടും അങ്ങനെയായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് പലരും. കാരണം ഇത് ഖാലിദ് ബിൻ മഅദാനിൽ നിന്നുള്ള മുർസലാണ്. ഖാലിദ് ബിൻ മഅദാൻ 70ഓളം സഹാബിയെ കണ്ട ഒരു പ്രബലനാണ്, മനസ്സിലായി. അപ്പം അത്തരം ആളുകളുടെ മുർസലിനെ പെട്ടെന്ന് ദുർബലാക്കുക എന്നുള്ളത് പിന്നെ ഉണ്ടാവില്ല പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം. ഇനി ഇവിടെ ഇത് റവാഹു അബൂദാവൂദ് ഫിൽ മറാസീൽ, വറവാഹു അഹ്മദു വതുർമുദി മൗസൂലൻ മിൻ ഹദീസി ഉഖ്ബത്ത് ബിൻ ആമിർ. ഈ ഹദീസിനെ ഇമാം അബൂദാവൂദും തുർമുദിയും മുർസലല്ലാതെ മൗസൂലാക്കിയിട്ട്, മുർസൽ എന്ന് പറഞ്ഞാൽ കണ്ണി മുറിഞ്ഞല്ലേ, സഹാബി ഉണ്ടാവില്ല, മൗസൂലായിട്ട് കണ്ണി മുറിയാതെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആരിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തത്? മിൻ ഹദീസി ഉഖ്ബത്ത് ബിൻ ആമിർ, ഉഖ്ബത്ത് ബിൻ ആമിറിൽ നിന്നുള്ള ഹദീസിൽ. ഉഖ്ബത്ത് ബിൻ ആമിർ സഹാബിയല്ലേ? സഹാബിയാണ്. അപ്പോൾ ഖാലിദ് ബിൻ മഅദാൻ താബിഈയാണ്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിലാണ് ആരില്ലാത്തത്? സഹാബി ഇല്ലാത്തത്.
പക്ഷേ ഇതിനെ ഇമാം അഹ്മദും തുർമുദിയും റിപ്പോർട്ട് ചെയ്തപ്പോൾ ഉഖ്ബത്ത് ബിൻ ആമിറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സഹാബി എന്ത് ചെയ്തിട്ടില്ല, നഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് മൗസൂലൻ, കണ്ണി ചേർന്ന റിപ്പോർട്ട് ഉഖ്ബത്ത് ബിൻ ആമിറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു. വസാദ, ആ റിപ്പോർട്ടിലുണ്ട് ഫമല്ലം യസ്ജുദുഹുമ. എന്താ ഫമല്ലം യസ്ജുദുഹുമ? വല്ലവരും അവർ രണ്ടിലും സുജൂദ് ചെയ്തിട്ടില്ല എങ്കിൽ. ഏവ രണ്ടിലും? സൂറത്ത് ഹജ്ജിലെ 2 സുജൂദുകളുണ്ടല്ലോ. ഫമല്ലം യസ്ജുദുഹുമ, അവർ രണ്ടും സുജൂദ് ചെയ്തിട്ടില്ല എങ്കിൽ ഫലാ യഖ്റഉഹുമ. എന്താ ഫലാ യഖ്റഉഹുമ? അവൻ അത് ആ 2 ആയത്തു ഓതരുത്. ഫലം യഖ്റഉഹുമ, ഫലാ യഖ്റ, അവൻ പാരായണം ചെയ്യരുത് ഹുമ, ഈ 2 സുജൂദുകളുമുള്ള ആയത്തുകൾ. പറഞ്ഞാൽ മനസ്സിലാണ്ട? പിന്നെ ഈ ഉഖ്ബത്ത് ബിൻ ആമിറിൽ നിന്ന് ഇമാം അഹ്മദും അതേപോലെ തന്നെ ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന റിവായത്തിലുള്ളത് ഫമല്ലം യസ്ജുദുഹുമ, ഈ ഓത്തിൻ്റെ 2 സുജൂദുകളുള്ള ആയത്തുകൾ അവിടെ ആരെങ്കിലും സുജൂദ് ചെയ്യുന്നില്ല എങ്കിൽ ഫലാ യഖ്റഉഹുമ, അവൻ ഈ ആയത്തുകൾ 2 ഓതരുത്, ആയത്തുകൾ 2 ഓതരുത് എന്ന് അതിൽ ഏറെ വന്നിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ. പക്ഷേ വസനദുഹു ദഈഫ്, ഇതിൻ്റെ സനദ് എന്താണ്? ദഈഫാണ്, ദുർബലാണ്. അപ്പോൾ ഫമല്ലം യസ്ജുദുഹുമ ഫലാ യഖ്റഉഹുമ എന്നുണ്ടല്ലോ, അതെന്തല്ല? സഹീഹല്ല, സഹീഹല്ല. അതുകൊണ്ട് തന്നെ ഒരാൾ അവിടെ സുജൂദ് ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? ആയത്ത് ഓതാന്നർത്ഥം. ഇല്ല, ഈ ഹദീസ് ഇത് ദുർബലാണ്. ഇത് 2 സുജൂദ് ഉണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്, ശരിയാണ്, അതിൽ ഇഷ്കാലില്ല. അത് വേറെയും ഹദീസുകളുണ്ട്. പക്ഷേ ഇവിടെ ഈ ഭാഗം ഇത് ദുർബലാണ്. സനദുഹു ദഈഫ്. അബ്ദുള്ള ഇബ്നു ലഹീഅ എന്ന റാവിയാണ് അതിൻ്റെ പ്രശ്നക്കാരൻ. അബ്ദുള്ള ഇബ്നു ലഹീഅ എന്ന റാവി പിന്നെ അനത്തോടു കൂടി റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടുകൾ ദുർബലം എന്നാണ് അതിൽ മുസ്തലഹിൽ പറയുക. ഏതായാലും അദ്ദേഹം ആ റാവി ഉള്ളത് കൊണ്ടാണ് ഇത് ദുർബലം എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഈ ഫമല്ലം യസ്ജുദ്ഹുമ ഫലാ യഖ്റഉഹുമ ഖലാസ് തന്നെ ആയില്ല. എന്താ അപ്പൊ ഖലാസ് ഫലാ യഖ്റഅഹ എന്നാകുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ്, അങ്ങനത്തെ എന്നതായിരിക്കും എൻ്റെ റിവായത്ത്, എൻ്റെ തെറ്റിയായിരിക്കും. ഫലാ യഖ്റഅഹ. അപ്പോൾ സൂറത്തുൽ ഹജ്ജ് ഓതരുത്, ഹജ്ജ് ഓതരുത്. ഫമല്ലം യസ്ജുദ്ഹുമ, ഈ 2 സുജൂദുകൾ വല്ലവരും ചെയ്തിട്ടില്ല എങ്കിൽ ഫല യഖ്റഅഹ, അവൻ സൂറത്ത് ഹജ്ജ് ഓതരുത്, സൂറത്ത് ഹജ്ജ് ഓതരുത്. ഏതായാലും റിപ്പോർട്ട് എന്താണ്? ദുർബലാണ്, റിപ്പോർട്ട് ദുർബലാണ്. നിങ്ങളതിലെന്താ? ഫല യഖ്റഅഹ അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? ഞാൻ എങ്ങനെ ഇപ്പം അത് എഴുതിയെന്നു. ഇനി അടുത്ത ഹദീസ് ഉമറിൽ നിന്നുള്ള ഹദീസ് അല്ലേ? وعن عمر رضي الله تعالى عنه قال وعن عمر رضي الله عنه قال ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അദ്ദേഹം പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നാ നമുറു ബിസ്സുജൂദ്, ഇന്നാ നമുറു, നമ്മൾ കടന്നു പോകും, ബിസ്സുജൂദ്, സുജൂദിലൂടെ, കാരണം സുജൂദുള്ള ആയത്തിലൂടെ നമ്മൾ കടന്നു പോകും. ഫമൻ സജദ, വല്ലവരും സുജൂദ് ചെയ്താൽ ഫഖദ് അസാബ, എന്താ അവന് സുന്നത്ത് ലഭിച്ചു, അവന് സുന്നത്ത് ലഭിച്ചു. വമൻ ലം യസ്ജുദ്, വല്ലവരും സുജൂദ് ചെയ്തിട്ടില്ല എങ്കിൽ ഫലാ ഇസ്മ അലൈഹി, അവനെന്തില്ല? അവന് കുറ്റമില്ല, അവന് കുറ്റമല്ല. സുജൂദ് ചെയ്തിട്ടില്ല എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം കുറ്റമല്ല. വമൻ ലം യസ്ജുദ് ഫലാ ഇസ്മ അലൈഹി. തയ്യിബ്, റവാഹുൽ ബുഖാരി അല്ലേ? റവാഹുൽ ബുഖാരി, ഇമാം ബുഖാരിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഹദീസ്. വഫീഹി, ഈ ഹദീസിൻ്റെ ലഫ്ദിലുണ്ട്, ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, ലം യഫ്രിദ്, അങ്ങനല്ലേ? ലം യഫ്രിദ്, ലം യഫ്രിദ് അസുജൂദ്, അതാണ് ലം യഫ്രിദി സുജൂദ്. സുജൂദിനെ അള്ളാഹു ഫർദാക്കിയിട്ടില്ല, ഇല്ല അന്നശ, എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമുക്ക് സുജൂദ് ചെയ്യാം, നമുക്ക് സുജൂദ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഈ ആദ്യത്തെ റിവായത്തത് ബുഖാരിയുടേതാണ്. പക്ഷേ ഹദീസിൻ്റെ ലഫ്ദിൽ ഇങ്ങനെ ഒരു പ്രയോഗം ഉണ്ട്, എന്താ? ഇന്നല്ലാഹ ലം യഫ്രിദി സുജൂദ്, അള്ളാഹു സുബ്ഹാനഹു വ തആല സുജൂദിനെ ഫർളാക്കിയിട്ടില്ല, ഇല്ല അന്നശ, എന്നാൽ നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സുജൂദ് ചെയ്യാം.
ഫിൽ മുവത്തയിലല്ലേ? റവാഹു ഫിൽ മുവത്തയിൽ വഹുവ ഫിൽ മുവത്ത. ഈ ലഫ്ദ് മുവത്തയിലാണ്. ഇമാം മാലിക്കിൻ്റെ അൽ മുവത്ത എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥത്തിലാണ് ഇതുള്ളത്. ഇന്നല്ലാഹ ലം യഫ്രിദ് സുജൂദ് ഇല്ല അന്നശാ എന്നുള്ളത്. അപ്പോൾ ഈ ഹദീസ് വളരെ വ്യക്തമാണ്. ബുഖാരിയുടെ ഉമറിൽ നിന്നുള്ള ഈ റിവായത്തുണ്ടല്ലോ, വളരെ വ്യക്തമാണ്. എന്താ? ഓത്തിൻ്റെ സുജൂദ് എന്തല്ല? നിർബന്ധമല്ല. ഓത്തിൻ്റെ സുജൂദ് നിർബന്ധമല്ല എന്നുള്ളത്. പക്ഷേ അത് വിചാരിച്ചിട്ട് നമ്മൾ സുജൂദ് ചെയ്യാതിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം, സുജൂദ്, നിങ്ങൾ സുജൂദ് ചെയ്യുവീൻ. അതേപോലെ തന്നെ പിന്നെ ജീവജാലങ്ങളും മറ്റുമൊക്കെ സുജൂദ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്ഥാനത്ത് സുജൂദ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ സുജൂദ് ചെയ്യാതിരിക്കുക എന്നുള്ളത് തീർത്തും ശരിയല്ല. ഓത്തിൻ്റെ സുജൂദ് ചെയ്യുമ്പോൾ ഇബ്ലീസ് പിന്നെ മാറി നിന്ന് കരയുന്നതാണ്. ഇബ്ലീസ് അത് അതിൻ്റെ മഹത്തറിയിക്കണ ഒരു ഹദീസാണ്. മാറി നിന്നിട്ട് കരഞ്ഞിട്ട് പറയും, എന്നോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞ് ഞാൻ അഹങ്കരിച്ച് സുജൂദ് ചെയ്തില്ല. മനുഷ്യനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞ് മനുഷ്യൻ സുജൂദ് ചെയ്യുന്നു എന്ന് ഇബ്ലീസ് പറയുന്നതാണ്. അപ്പോൾ ഓത്തിൻ്റെ സുജൂദുള്ളടുത്ത് സുജൂദ് ചെയ്യൽ അത് ഒരിക്കലും വീഴ്ച വരുത്താൻ പാടില്ലാത്ത ഒരു പുണ്യമാണ്. ഖലാസ്. ഇനി അടുത്ത ഹദീസ് അൻ ഇബ്നു ഉമർ, അല്ലേ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം. ഖാല, അബ്ദുള്ള ഇബ്നു ഉമറിൽ നിന്നാണ്. വാൻ ഇബ്നു ഉമറ, അബ്ദുള്ള ഇബ്നു ഉമറിൽ നിന്നാണ് നിവേദനം. ഖാല, അദ്ദേഹം പറഞ്ഞു, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ അലൈനൽ ഖുർആൻ ഫഇദാ മറ ബിസ്സജദതി കബ്ബറ വസജദ വസജദ്നാ മഅഹു. എന്താ? കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്നു ഉമർ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു യഖറഉ അലൈനൽ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് ഖുർആൻ ഓതിത്തരും, ഞങ്ങൾക്ക് ഖുർആൻ ഓതിത്തരും. ഫഇദാ മറ ബിസ്സജ്ദ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സജ്ദത്തുള്ള ആയത്തിലൂടെ കടന്നു പോയാൽ, ഫഇദാ മറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു പോയാൽ, ബിസ്സജ്ദതി, എന്താ സജ്ദത്തന? ഓത്തിൻ്റെ സുജൂദ്, ഓത്തിൻ്റെ സുജൂദിലൂടെ കടന്നു പോയാൽ, എന്നാൽ ഓത്തിൻ്റെ സുജൂദുള്ള ആയത്തിലൂടെ കടന്നു പോയാൽ, കബ്ബറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തക്ബീർ ചൊല്ലും. വസജദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്യും. വസജദിന മഅഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഞങ്ങൾ സുജൂദ് ചെയ്യും. വസജദിന, ഞങ്ങൾ സുജൂദ് ചെയ്യും. മഅഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം. അപ്പോൾ പിന്നെ വസജദിന മഅഹു. ഹദീസ് റവാഹുൽ ഖംസ ഇല്ല നസായി, അല്ലേ? റവാഹു അബൂ ദാവൂദ് ബിസനദിൻ ഫീഹി ലീൻ, അല്ലേ? ഫീഹി ലീനുൻ. ബിസനദിൻ, അത് ആദ്യമായിട്ട് കേൾക്കാനല്ലേ ലീന്? ലീനുൻ. റവാഹു അബൂ ദാവൂദ്, ഈ ഹദീസ് ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്തു. ബിസനദിൻ ഫിഹി ലീൻ, ലീനുള്ള സനദോടുകൂടി. ലീൻ എന്ന് പറഞ്ഞാൽ ഇല്ലത്താണ്, ന്യൂനത എന്ന് പറഞ്ഞാൽ ദുർബലത. ദുർബലത, ലീൻ എന്ന് പറഞ്ഞാൽ അവിടെ ദുർബലത, ഇല്ലത്തുള്ള സനദോട് കൂടിയിട്ട് അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്തു എന്നാണ്. എന്താണ് പറയാ? ആദ്യ ഹദീസ് മനസ്സിലാക്കുക. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് ചെയ്യും പിന്നെ ഖുർആൻ ഓതിത്തരും. അങ്ങനെ ഓത്തുള്ള സുജൂദിലൂടെ കടന്നു പോയാൽ ഫൈദാ മറ ബിസ്സജ്ദ കബ്ബറ, റസൂലുള്ളാഹി തക്ബീർ ചൊല്ലും. വസജദ, സുജൂദ് ചെയ്യും. വസജദ്നാ മഅഹു, ഞങ്ങൾ റസൂലുള്ളാഹിയോടൊപ്പം സുജൂദ് ചെയ്യും. അപ്പോൾ അതിലെന്താ? അപ്പോൾ എന്താ മറ്റ് ഹദീസുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിലുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഓത്തിൻ്റെ സുജൂദ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തക്ബീർ ചെല്ലണം എന്നുള്ളതാണ്. കൈയ്യട്ടണം എന്നല്ല, തക്ബീർ ചെല്ലണം എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇന്ന് ഉയർന്നാൽ തക്ബീർ ചെല്ലണം, ഉയർന്നിരുന്നിട്ട് പിന്നെ സലാം വീട്ടണം? ഇല്ല, തക്ബീർ ചൊല്ലിയിട്ട് സുജൂദ് ചെയ്താൽ മതി. തക്ബീർ ചൊല്ലിയിട്ട് സുജൂദ് ചെയ്താൽ മതി. മനസ്സിലായ? പിന്നെ സുജൂദ് തല ഉയർത്തുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് തല ഉയർത്തണ്ട, അതിന് തെളിവില്ല. എന്നിട്ട് പിന്നെ സലാം വീട്ടേണ്ടതില്ല. പക്ഷേ നിസ്കാരത്തിലാണ് എങ്കിൽ എന്ത് ചെയ്യണം? പോകുമ്പോഴും സുജൂദ് ചെയ്യണം, വരുമ്പോഴും സുജൂദ് ചെയ്യണം. അസ്തഗ്ഫിറുല്ലാഹ്. പോകുമ്പോഴും തക്ബീർ ചെല്ലണം, ഉയരുമ്പോഴും തക്ബീർ ചെല്ലണം. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കാരത്തിലെ എല്ലാ ഉയർച്ചയിലും എല്ലാ താഴ്ചയിലും എന്ത് ചെയ്യുന്നു? തക്ബീർ അല്ലായിരുന്നു. ആ വകുപ്പിൽ
എന്ത് ചെയ്യണം? ഓത്തിൻ്റെ സുജൂദിന് പോകുമ്പോഴും തക്ബീർ ചെല്ലണം, അതിന് ഉയരുമ്പോഴും തക്ബീർ ചെല്ലണം. അതില്ല നമ്മൾ സാധാ ഹാലിലാണ് സുജൂദ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? തക്ബീർ ചൊല്ലിയിട്ടാണ് സുജൂദ് ചെയ്താൽ മതി. പിന്നെ ഉയരുമ്പോൾ സുജൂദ് ചെയ്യേണ്ട കാര്യമില്ല. അതൊന്ന്. തക്ബീർ ചൊല്ലേണ്ട. പിന്നെ വിഷയം ശുദ്ധിയ ഒതുവാണ, കിബിലക്ക് മുന്നിടണ. പണ്ഡിതന്മാർ അതിലൊരിഷ്കാൽ സുജൂദിനെ നിസ്കാരമായിട്ട് ചിലരെന്ത് ചെയ്ത്, ഈ സുജൂദിനെ നിസ്കാരമായിട്ട് എന്ത് ചെയ്ത് ചിലർ വിശദീകരിച്ചു. അവർ പറഞ്ഞ് നിസ്കാരത്തിന് ഷർത്താണ്, അതൊക്കെ സുജൂദിനും ഷർത്താവും എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അതില്ല. കാരണം എന്താ? പിന്നെ ഏറ്റവും നല്ലത് ശുദ്ധിയോടുകൂടി കിബിലയിലേക്ക് സുജൂദ് ചെയ്യുക എന്നുള്ളതാണ്, കിബിലയിലേക്ക് തിരിഞ്ഞ് സുജൂദ് ചെയ്യുക എന്നുള്ളതാണ്. അതേസമയം ഒരാൾ ശുദ്ധിയില്ലാതെ സുജൂദ് ചെയ്ത് അയാളുടെ സുജൂദ് ശരിയാണ്, കിബിലയിലേക്കല്ലാതെ സുജൂദ് ചെയ്ത് ശരിയാണ്, പ്രശ്നമല്ല. കാരണം നിസ്കാരത്തിന് ഷർത്താക്കുന്നതൊന്നും എന്തിന് ഷർത്താക്കൂല? ഈ ഓത്തിൻ്റെ സുജൂദിന് ഷർത്താവില്ല. ഏറ്റവും നല്ലത് ഇമാം നവവി ഒക്കെ പറഞ്ഞതുപോലെ, ഷെയ്ഖുൽ ഇസ്ലാം ഒക്കെ പറഞ്ഞതുപോലെ ഏറ്റവും നല്ലത് നിസ്കാരത്തിന് ഷർത്താക്കപ്പെടുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതോട് കൂടിയിട്ട് ഒരാൾ സുജൂദ് ചെയ്യുക എന്നുള്ളതാണ്. അതില്ലാതെയും സുജൂദ് ചെയ്യാം. പക്ഷേ തക്ബീർ ചൊല്ലിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? സുജൂദിലേക്ക് പോകേണ്ടത് എന്നുള്ളത് ഈ ഹദീസ് അറിയിക്കുന്നു. കബ്ബറ വസജദ. എന്നാൽ സുജൂദിന് ഉയരുമ്പോൾ തക്ബീറിൻ്റെ ആവശ്യമില്ല. ഇരുന്നതിന് ശേഷം പിന്നെ സലാം കിട്ടേണ്ട കാര്യമോ ഇല്ല. സജദ്ന മഅഹു ഖലാസ്. റവാഹു അബൂദാവൂദ് ബിസനദിൻ ഫീഹി ലീൻ. ലീനുള്ള സനദോടുകൂടി അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തു എന്നാണ്. ലീൻ എന്ന് പറഞ്ഞാൽ നേരിയ ദുർബലതയാണ്. ലീൻ എന്ന് പറയാൻ കാരണം ഉണ്ടല്ലോ, ഇത് പരിഹരിക്കപ്പെടുന്ന ദുർബലതയാണെന്ന് അർത്ഥം. ഇതിൽ അബ്ദുള്ള ഇബ്നു ഉമർ അൽ അംരി എന്ന് പറഞ്ഞിട്ടൊരു റാവി ഉണ്ട്. അബ്ദുള്ള ഇബ്നു ഉമർ അൽ അംരി എന്ന് പറഞ്ഞിട്ടൊരു റാവി. ആ റാവിയാണ് അതിൽ വിഷയക്കാരന്. പക്ഷേ പിന്നെ ലീൻ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പരിഹരിക്കപ്പെടും ആ ദുർബലത എന്നുള്ളത് കൊണ്ടാണ്, പരിഹരിക്കപ്പെടുന്ന ദുർബലതയാണ് എന്നുള്ളത് കൊണ്ടാണ്. തയ്യ് അല്ലെങ്കിൽ ദഈഫ് എന്നാ പറയാ. റവാഹു അബൂദാവൂദ് ബിസനദിൻ ദഈഫ്, അല്ലെങ്കിൽ വൽ ഹദീസ് ദഈഫ് ഇങ്ങനെ പറയും. വസനദുഹു ദഈഫ് എന്ന് പറഞ്ഞ അതേപോലെ പറയാതെ ഇങ്ങനെ പറയാൻ കാരണം അതാണ്. ഇതാണ് ഇപ്പോൾ ഓത്തിൻ്റെ സുജൂദിൻ്റെ ഹദീസുകൾ ഇതുവരെയുള്ളത്. ഓത്തിൻ്റെ സുജൂദിൻ്റെ ഹദീസുകൾ ഇതുവരെയുള്ളതാണ്. ഇനി 3 ഹദീസുകൾ ശുക്രിൻ്റെ സുജൂദാണ്. അത് നമുക്ക് അതും വായിക്കാം. പക്ഷേ ഈ ഓത്തിൻ്റെ സുജൂദിൽ എന്താ ചെല്ലുക? നമ്മൾ സുജൂദ് ചെയ്യാണ് ഓത്തിൻ്റെ സുജൂദ്. അതിലെന്താ ചെയ്യുക? അതാണ് ഓത്തിൻ്റെ സുജൂദിൽ ചെല്ലേണ്ടത്. സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ്ഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അതേപോലെ വേറൊരു ദുആയുണ്ട്. അല്ലാഹുമ്മ ഉക്തുബ് ലി ബിഹാ അജ്റ വദഅ അന്നി ബിഹാ വിസ്റ വഹ്ഫദ്ഹാ ലി ഇൻദക ദുഖ്റ വതഖബ്ബൽഹാ കമാ തഖബ്ബൽത മിൻ അബ്ദിക ദാവൂദ്. ഈ ഇതും ഓത്തിൻ്റെ സുജൂദിൽ ചെല്ലാൻ വാരിതായിട്ടുള്ള ദുആയാണ്. ചിലർ പറഞ്ഞ് പിന്നെ ഓത്തിൻ്റെ സുജൂദ് ചെയ്താൽ സുബ്ഹാന റബ്ബിയൽ ആല എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഇത് ചെല്ലേണ്ടത് എന്ന് പറഞ്ഞു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ ആല സൂറത്ത് ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇജാലു ഹാഫി സുജൂദിക്കും, ഈ സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ ആല എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ സുജൂദിലാക്കാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടത് സുബ്ഹാന റബ്ബിയൽ ആല ചെല്ലലാണല്ലോ. അപ്പോൾ ഓത്തിൻ്റെ സുജൂദാണ്. അതുകൊണ്ട് അതിലും എന്ത് ചെയ്യണം? സുബ്ഹാന റബ്ബിയൽ ആല ചെല്ലണം എന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ട്. ഏതായാലും സുബ്ഹാന റബ്ബിയൽ ആല, അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു തുടങ്ങിയ ദുആ, അതേപോലെ തന്നെ അല്ലാഹുമ്മ ഉക്തുബ് ലി ബിഹാ ഇൻദക അജ്റ തുടങ്ങുന്ന ദുആ, ഇതൊക്കെ ഓത്തിൻ്റെ സുജൂദിൽ വന്നിട്ടുള്ളതായ ദുആകളാണ്. നമ്മൾ പിന്നെ അത് പഠിക്കാൻ ശ്രമിക്കണം. ആ സുജൂദിൽ ചെല്ലേണ്ട ദുആകൾ. ഇനി അടുത്ത ഈ 3 ഹദീസുകൾ വേഗം വായിച്ചിട്ട് നമുക്ക് ഇത് പിന്നെ അബീ ബക്ര റളിയല്ലാഹു അൻഹു. عن أبي بكرة رضي الله تعالى عنه قال أن النبي صلى الله عليه وسلم كان إذا جاءه أمر يسره خر ساجدا لله.
യസുറു ഖബറുന്ന അമ്രുന്ന അമ്രു ഖബർ എന്താ അമ്രുണ്ട ഖബറും അമ്രൊക്കെ ഏറെക്കുറെ ഉച്ചാരണത്തിൽ ഒരുപോലെ ആശയത്തിൽ വന്നിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു നിവേദനം. അബൂബക്കർ റളിയല്ലാഹു അൻഹു നിവേദനം. അബൂബക്കർ അദ്ദേഹം നുവൈഫിർ ഇബ്നുൽ ഹാരിസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അബൂബക്കർ ഇത് അബൂബക്കർ സിദ്ദീഖ് അല്ല. അബൂബക്കർ എന്ന് പറയുന്നത് പിന്നെ അദ്ദേഹത്തിന്റെ പേര് നുവൈഫിർ ഇബ്നുൽ ഹാരിസ് എന്നാണ്. നുവൈഫിർ അദ്ദേഹം സഖീഫ് ഗോത്രക്കാരനാണ്. അബൂബക്കർ നുവൈഫിർ ഇബ്നുൽ ഹാരിസ് അസ്സഖഫി റളിയല്ലാഹു അൻഹു. അദ്ദേഹം റസൂലുള്ള തായിഫിനെ ഉപരോധിച്ചപ്പോൾ അദ്ദേഹം ഒരു ഒട്ടകപ്പുറത്തുണ്ടല്ലോ, ഉപരോധം നടക്കുമ്പോൾ ഒരു ഒട്ടകപ്പുറത്ത് തായിഫുകാരന് രക്ഷപ്പെട്ട് റസൂലുള്ളാഹിന്റെ നേരെ ഓടി വരികയും അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഞാനൊരു അടിമയാണ്, എനിക്ക് ഇസ്ലാം സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള കലിമയിലിട്ട് ഇസ്ലാം സ്വീകരിച്ച മഹാനാണ് ആര്? അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു. പ്രസിദ്ധ സഹാബിയാണ്. റസൂലുള്ളാഹിക്ക് ഖിദ്മത്തൊക്കെ ചെയ്ത് ജീവിച്ച മഹാനാണ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം പറയാണ് അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന ഇദാ ജാഅഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നാൽ അംറുൻ യസുറുഹു അല്ലെങ്കിൽ ഖബറുൻ യസുറുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വാർത്ത. ഖബർ എന്ന് പറഞ്ഞാൽ വാർത്ത, അംർ എന്ന് പറഞ്ഞാൽ കാര്യം, യസുറുഹു നബിയെ സന്തോഷിപ്പിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നാൽ ഖറ സാജിദൻ ലില്ലാഹ്, റസൂലുള്ളാഹ് ഖറ വീഴും, സാജിദൻ ലില്ലാഹ് അള്ളാഹ്ക്ക് സുജൂദ് ചെയ്തുകൊണ്ട്, അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീഴുമായിരുന്നു. റവാഹുൽ ഖംസ ഇല്ല നസായി, നസായി ഒഴിച്ച് ബാക്കിയുള്ളവരാണ് റിപ്പോർട്ട് ചെയ്തത്. അബൂദാവൂദ്, തുർമുദി, ഇബ്നു മാജ, ഇമാം അഹ്മദ് ഇവരാണ് റിപ്പോർട്ട് ചെയ്തത്. നസായി ഒഴിച്ച് ബാക്കിയുള്ളവർ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഹദീസ് വളരെ ഇതല്ലേ, എന്താ സന്തോഷകരമായ ഒരു കാര്യം വന്നാൽ അള്ളാഹ്ക്ക് ശുക്രിൻ്റെ സുജൂദ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ അടുത്ത രണ്ട് റിപ്പോർട്ട്. അടുത്തത് ആരുടെ റിപ്പോർട്ടാണ്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൽ നിന്നുള്ള റിപ്പോർട്ട് അല്ലേ. وعن عبد الرحمن بن عوف رضي الله تعالى عنه قال سجد النبي صلى الله عليه وسلم فأطال السجود ثم رفع رأسه وقال إن جبريل أتاني فبشرني فسجدت لله شكرا. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നിവേദനം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ആരാ? എന്താ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത? അറിയപ്പെട്ട വ്യവസായി, കച്ചവടക്കാരനാണ്. പിന്നെ അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ബനു സഹ്റ, അദ്ദേഹം സഹരിയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അസ്സഹരി ബനു സഹ്റ ഗോത്രക്കാരനാണ്. അറിയപ്പെട്ട ഖുറൈശി ഗോത്രത്തിലൊരു വിഭാഗമാണ്. റസൂലുള്ളാഹിൻ്റെ ഉമ്മാൻ്റെ കുടുംബക്കാരൊക്കെ ഉണ്ടല്ലോ, ഇവരോടൊക്കെ ഇതാണ് ബനു സഹ്റ. അദ്ദേഹം പിന്നെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരാളാണ് ആര്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അതാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രത്യേകത. ആദ്യം ഇസ്ലാം സ്വീകരിച്ച 8 പേരിൽ ഒരാളാണ് ആര്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ച 8 പേരിൽ ഒരാളാണ് അദ്ദേഹം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ഹിജ്റയുടെ 32-ലാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. അഹ്ലു ശൂറയിൽപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് വന്നപ്പോൾ ഇങ്ങനെ മുഖത്ത് ചായം. അപ്പോൾ റസൂൽ ചോദിച്ചു മഹ്യം, എന്താണിതെന്ന് ചോദിച്ചു ആശ്ചര്യത്തിൽ. അപ്പോൾ പറഞ്ഞ കല്യാണം കഴിച്ചിട്ടുണ്ട്, പുതിയ പെണ്ണിൻ്റെ മുഖത്തുനിന്ന് കളറ് പറ്റിയതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് ബാറക്കല്ലാഹു ഫീക്ക്, റസൂൽ അദ്ദേഹത്തിന് ബർക്കത്തിന് വേണ്ടിയിട്ട് തേടിയിട്ട് പിന്നെ റസൂൽ പറഞ്ഞ് ഔലിം വലൗ ബിഷാത്ത്, ഒരാടിനെ അറുത്തിട്ടെങ്കിലും വലീമ കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയാണ് സജദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്തു.
ഫഅതാല സുജൂദ്, ദീർഘനേരം സുജൂദിനെ സുദീർഘമാക്കിയതാണ്. ഫഅതാല അസുജൂദ്, സുജൂദിനെ സുദീർഘമാക്കി, കുറേ നേരം സുജൂദ് ചെയ്ത്. സുമ്മ റഫഅ റഅസഹു, എന്നിട്ട് റസൂലുള്ളാഹി സുജൂദിൽ നിന്ന് തല ഉയർത്തി. വഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ജിബ്രീൽ, നിശ്ചയം ജിബ്രീൽ, അതാനി, എൻ്റെ അടുക്കൽ വന്നു. ഫബശ്ശറനി, അങ്ങനെ ജിബ്രീൽ എനിക്ക് സന്തോഷ വാർത്ത അറിയിച്ചു. ഫസജത്തു ലില്ലാഹി ശുക്ര, ഫസജത്തു, അപ്പോൾ ഞാൻ സുജൂദ് ചെയ്തു. ലില്ലാ, അള്ളാഹുവിന്. ശുക്രൻ, എന്താ ശുക്രൻ? നന്ദി അർപ്പിച്ചുകൊണ്ട്, നന്ദി അർപ്പിച്ചുകൊണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറഞ്ഞെന്താ? ദീർഘനേരം സുജൂദ് ചെയ്തു എന്നാണ്. എന്നിട്ട് തല ഉയർത്തി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ജിബ്രീല അതാനി, ജിബ്രീൽ എൻ്റെ അടുക്കൽ വന്നു. ഫബശ്ശറനി, എനിക്ക് സന്തോഷ വാർത്ത അറിയിച്ചു. ഫസജത്തു ലില്ലാഹി ശുക്രൻ, അപ്പോൾ അള്ളാഹുവിന് ശുക്ർ അർപ്പിച്ചിട്ട് ഞാൻ സുജൂദ് ചെയ്തു എന്നാണ്. ഇത് റവാഹു അഹ്മദ് അല്ലേ? ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇമാം ഹാക്കിമും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹാക്കിം സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്താ അപ്പോൾ ജിബ്രീൽ കൊണ്ടുവന്ന സന്തോഷ വാർത്ത? റസൂലുള്ളാഹി സുജൂദിൽ വീഴാൻ മാത്രം എന്താ ആർക്കെങ്കിലും അറിയാ? അല്ല, റസൂലുള്ള കുറേ നേരം സുജൂദ് വീഴാൻ മാത്രം അള്ളാഹ്ക്ക് ശുക്ർ അർപ്പിച്ചിട്ടാണല്ലോ. എന്താ കാരണം? എന്താ സുജൂദ് ചെയ്യാൻ കാരണം? ഒരു സന്തോഷ വാർത്തയാണ്, ജിബ്രീൽ പറഞ്ഞ സന്തോഷ വാർത്തയാണ്. അതെന്താ ആ സന്തോഷ വാർത്ത? മൻ സല്ല അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹ അഷ്റ എന്നുള്ളതാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് ചൊല്ലിയവർക്ക് അള്ളാഹു 10 സ്വലാത്ത് നിർവഹിക്കും എന്നുള്ളതാണ്. അതാണ് സന്തോഷ വാർത്ത. അപ്പോൾ റസൂലുള്ളാഹിക്ക് സന്തോഷിക്കാൻ വകുപ്പല്ലേ? റസൂലുള്ളാഹിൻ്റെ പേരിൽ ആളുകൾ സലാത്തിനെ വർദ്ധിപ്പിക്കും. കാരണം എന്താ? സലാത്ത് ഒരാൾ ഒരു പ്രാവശ്യം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ 10 സലാത്ത് അള്ളാഹുവിൽ നിന്ന് അയാൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. അതാണ് സന്തോഷ വാർത്ത. മനസ്സിലായി? മറ്റ് റിപ്പോർട്ടുകൾ അത് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്തു, ഹാക്കിം സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു. അടുത്ത ഹദീസ്, അടുത്ത ഹദീസ് وعن البراء بن عازب رضي الله عنه وعن البراء بن عازب رضي الله تعالى عنه أن النبي صلى الله عليه وسلم بعث عليا إلى اليمن. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഅസ അലിയൻ, അലിയിനെ അയച്ചു. ഇലൽ യമൻ, എവിടേക്ക്? യമനിലേക്ക്. എന്നിട്ട് ഫദക്കറൽ ഹദീസ്, വിശാലമായ ഹദീസാണ്. യമനിലേക്ക് അലിയാരെ അയച്ച ഹദീസ് ഉണ്ടല്ലോ, അതൊരു വിശാലമായ ഹദീസാണ്. ഈ ഹദീസ് എന്നിട്ട് ഇവിടെ പറയാണ്. അതാണ് ഫദക്കറൽ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താ? റാവി ഉണ്ടല്ലോ, ഈ റാവി എന്ത് ചെയ്ത് ഹദീസ് കൊടുത്ത്, എന്താണ് യമനിൽ പോയത്, സംഭവം കാര്യങ്ങളൊക്കെ അത് കൊടുത്ത്. അതാണ് ഖാല. എന്നിട്ട് അൽ ബറാ ഇബ്നു ആസിബ് പറയാണ്, ഫകതബ അലിയുൻ, അലി റളിയല്ലാഹു തആല അൻഹു എഴുതി ബി ഇസ്ലാമിഹിം, യമനുകാർ ഇസ്ലാം സ്വീകരിച്ചത്. ആർക്കാ അയക്കണത്? എഴുതി അയക്കണത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. യമനികൾ എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ള വാർത്ത അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിക്ക് എഴുതി. ഫലമ്മ ഖറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാരുടെ കത്ത് വായിച്ചപ്പോൾ ഖറ സാജിദൻ, സുജൂദ് ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണു. ശുക്രൻ ലില്ലാഹി തആല അലാ ദാലിക്, എന്താ അവർ ഇസ്ലാം സ്വീകരിച്ചതിൽ അള്ളാഹുവിന് ശുക്ർ അർപ്പിച്ചുകൊണ്ട്. ഒന്നുകൂടി, അനിൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു, അൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു നിവേദനം. അൽ ബറാ ഇബ്നു ആസിബ് ആരാ? സഹാബിയാണ്, അറിയപ്പെട്ട സഹാബിയാണ്. അദ്ദേഹം അൻസാരിയാണ്. അൽ ബറാ ഇബ്നു ആസിബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു. അൽ ബറാ ഇബ്നു ആസിബ് ഇബ്നുൽ ഹാരിസ് അൽ അൻസാരി. അദ്ദേഹം ഔസ് ഗോത്രക്കാരനാണ്. അദ്ദേഹം ആദ്യമായിട്ട് പങ്കെടുത്തത് ഉഹദ് യുദ്ധത്തിലാണ്. അൽ ബറാ ഇബ്നു ആസിബ് ബദർ യുദ്ധത്തിൻ്റെ സമയത്ത് വരുന്നുണ്ട്. അപ്പോൾ ചെറുപ്പമാണ്, അതുകൊണ്ട് റസൂലുള്ളാഹി മടക്കി അയച്ച്. അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെയും അൽ ബറാ ഇബ്നു ആസിബിനെയൊക്കെ മടക്കി അയച്ച്. പക്ഷേ ഉഹദിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന് പ്രായമായി. അങ്ങനെ അദ്ദേഹത്തെ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുപ്പിച്ച്. അൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ദീർഘകാലം ജീവിച്ച സഹാബിയാണ്. 59 ഒക്കെ എന്നിട്ട് അല്ലാഹു അഅലം. അദ്ദേഹം പറയാണ്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅസ അലിയൻ, റസൂലുള്ള അലിയാരെ അയച്ചു ഇലൽ യമൻ, യമനിലേക്ക്. അങ്ങനെ ഫദക്കറൽ ഹദീസ്, അദ്ദേഹം ഹദീസ് പറയാണ്. എന്ത് അലിയാരെ അയച്ച ആ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഹദീസിൽ കുറേ വിഷയങ്ങളുണ്ട്, പക്ഷെ അദ്ദേഹം ഷോർട്ടാക്കിയാണ്. ഖാല, എന്നിട്ട് അൽ ബറാ ഇബ്നു ആസിബ് പറയാണ്, ഫകതബ അലിയും ബി ഇസ്ലാമിഹിം, യമനികൾ ഇസ്ലാം സ്വീകരിച്ച കാര്യം അലി എഴുതി അറിയിച്ചു. ഫലമ്മ ഖറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാരുടെ എഴുത്ത് വായിച്ചപ്പോൾ
ഖർറ സാജിദൻ, സുജൂദ് ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണു. ശുക്രൻ ലില്ലാഹി തആല, അള്ളാഹുവിന് ശുക്രായിക്കൊണ്ട്. അലാ ദാലിക്, അതിൽ, ഏതിൽ? യമനികൾ ഇസ്ലാം സ്വീകരിച്ചു. യമനികൾ ഇസ്ലാം സ്വീകരിച്ചത് എന്തുകൊണ്ടാണ്? അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് ഹിദായത്ത് നൽകിയത് കൊണ്ടാണ്. അപ്പോൾ അതിൽ അള്ളാഹ്ക്ക് ശുക്ർ അർപ്പിച്ചിട്ട് റസൂലുള്ളാഹി സുജൂദ് ചെയ്തു എന്നാണ്. ഹദീസ് ബൈഹഖി അല്ലേ റിപ്പോർട്ട് ചെയ്ത്? റവാഹുൽ ബൈഹഖി വ അസ്ലുഹു ഫിൽ ബുഖാരി അല്ലേ? ഈ ഹദീസ് ഇമാം ബൈഹഖിയാണ് റിപ്പോർട്ട് ചെയ്തത്. ഹദീസിൻ്റെ അസ്ൽ എവിടെ ഉണ്ട്? ബുഖാരിയിലുണ്ട്. അലിയാനെ യമനിലേക്ക് അയച്ചതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾ, അള്ളാഹ്ക്ക് ശുക്ർ അർപ്പിച്ചിട്ട് സുജൂദ് ചെയ്യുക എന്നുള്ളത് എന്താണ്? സുന്നത്താണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ചെയ്തിട്ടുണ്ട്. ഒരു നിഅമത്ത് വരുമ്പോൾ, അതേപോലെ തന്നെ നമ്മളിൽ നിന്നൊരു പ്രയാസം വഴി മാറുമ്പോൾ ഒക്കെ അള്ളാഹ്ക്ക് ശുക്ർ അർപ്പിക്കുക എന്നുള്ളതാണ്. മുസൈലിമത്തുൽ കദ്ദാബ് വധിക്കപ്പെട്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ വാർത്ത വന്നപ്പോൾ സുജൂദ് ചെയ്തു. മനസ്സിലല്ലേ? അതേപോലെ കഅബ് ഇബ്നു മാലിക്കിൻ്റെയും കൂട്ടരും തൗബ അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിച്ചില്ല തബൂക്ക് യുദ്ധത്തോടനുബന്ധിച്ച്. അപ്പോൾ അവരുടെ തൗബ സ്വീകരിച്ചു എന്നുള്ള സന്തോഷ വാർത്ത വന്നപ്പോൾ അദ്ദേഹം സുജൂദ് ചെയ്തത് സഹിയായി ധരിക്കപ്പെടുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു നിഅമത്ത് കിട്ടുമ്പോൾ സുജൂദ് ചെയ്യുക, അള്ളാഹ്ക്ക് ശുക്ർ അർപ്പിച്ചിട്ട് അല്ലേ? അതേപോലെ നമ്മളിൽ നിന്നൊരു ദുരിതം വഴി മാറി, അത് നമ്മൾ അറിയുമ്പോൾ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുക, എൻ്റെ സുജൂദ് ചെയ്യുക, അതൊക്കെ പുണ്യാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് ചെയ്തതാണ് ഇവിടെ അറിയിക്കുന്നത്. പിന്നെ ഓത്തിൻ്റെ സുജൂദിനെ പോലെ തന്നെ ഇവിടെ പറഞ്ഞതും എന്തെന്താ, പിന്നെ ഈ ശുക്രിൻ്റെ സുജൂദിന് എന്തില്ല, ശുദ്ധിയൊന്നും ഷർത്തില്ല, ഖിബിലയിലേക്ക് അഭിമുഖാകുക എന്നുള്ളതുമില്ല, ശുക്ർ അർപ്പിച്ച് സുജൂദ് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകം പ്രാർത്ഥന വന്നിട്ടില്ല. ഓത്തിൻ്റെ സുജൂദ് പോലെ ശുക്രിൻ്റെ സുജൂദിന് എന്തില്ല, പ്രത്യേക ഒരു പ്രാർത്ഥന വന്നിട്ടില്ല, പഠിപ്പിക്കപ്പെട്ടിട്ടുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.